ശ്രീ പി സി ജോർജ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ പി സി ജോർജ്, കൃത്യമായി ഈ വിധത്തിൽ സരിത മൊഴി നൽകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതുതായി പുറത്തു വന്നിരിക്കുന്നത് തമ്പാനൂർ രവി. നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ്. തമ്പാനൂർ രവി സരിതയുമായി ടെലിഫോണിൽ സംസാരിക്കുന്ന, അതായത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ അറിയാമല്ലോ, പല മാധ്യമങ്ങളിലൂടെ അത് വ്യക്തമായിട്ടുള്ളതാണല്ലോ, 3 തവണ മാത്രമേ സരിതയെ കണ്ടിട്ടുള്ളൂ എന്നതടക്കമുള്ള കാര്യങ്ങൾ, അത് അങ്ങനെ തന്നെ വേണം മൊഴി നൽകുമ്പോൾ പറയുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സരിതയോട് പറയുകയാണ് തമ്പാനൂർ രവി ആ ടെലിഫോൺ സംഭാഷണത്തിൽ. ശ്രീ പി സി ജോർജ്, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മുഖ്യമന്ത്രി സരിതയുമായിട്ടുള്ള അവിഹിതമായ ബന്ധം ഇതോടുകൂടി പുറത്തു വന്നു 100% ബോധ്യപ്പെട്ടു ജനങ്ങൾക്ക്. അതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി ഇന്ന് പത്രസമ്മേളനം നടത്തി നിഷേധിച്ചത് മുഴുവൻ കളവാണെന്ന് കേരളത്തിലെ ജനം കാണുക. കേരളത്തിലെ ഏറ്റവും വലിയ കോൺഗ്രസ് നേതാവ് ഇങ്ങനെ ഒരു കളവുകാരനാണ് മുഖ്യമന്ത്രി എന്ന് അറിയുക എന്ന് പറഞ്ഞാൽ പിന്നെ കോൺഗ്രസ് തീർന്നു തന്നെ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇവിടെ സൂര്യനെല്ലി കേസുണ്ട്, വിതുര കേസുണ്ട്. അത് രണ്ടും രണ്ട് സ്ത്രീകളെ ഒരുപറ്റം സമ്പന്നന്മാർ ചൂഷണം ചെയ്ത ലൈംഗിക ചൂഷണം. ഇതെന്താ? ഇത് വിദ്യാഭ്യാസമുള്ള, സൗന്ദര്യമുള്ള, കഴിവുള്ള ഒരു പെൺകുട്ടി തന്റെ വ്യവസായവുമായി ഇറങ്ങിത്തിരിച്ചപ്പോ അവളെ ശാരീരികമായും മാനസികമായും ചൂഷണം ചെയ്യുക മാത്രമല്ല, സാമ്പത്തികമായി കോടികളുടെ ചൂഷണം കൂടെ നടന്നു എന്നല്ലേ ഇപ്പൊ അറിയുന്നത്. ഇവിടുത്തെ വനിതാ വിമോചകർ എവിടെയെന്ന് എനിക്ക് ചോദിക്കാവുന്നത്. ഇവിടുത്തെ സാഹിത്യകാരന്മാർ എവിടെ? ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കിളവന്മാരായ പുരുഷ അധികാരി വർഗവും 28 വയസ്സുള്ള MLA ഉൾപ്പെടെ ഒരു സ്ത്രീയെ തന്റെ വ്യവസായം സോളാർ വ്യവസായമായിട്ട് ഇറങ്ങിത്തിരിച്ച സ്ത്രീയെ ശാരീരികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തതിന്റെ ചരിത്രം പുറത്തു വരികയാണ്. എന്തുകൊണ്ട് ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല? അതാണ് എന്റെ ചോദ്യം. ഇവിടുത്തെ വനിതാ വിമോചകർ എവിടേക്കെന്ന് ഞാൻ ചോദിക്കുന്നതാ. നിങ്ങൾ കാണുന്നില്ലേ? എന്തുകൊണ്ട് സരിത എന്നൊരു സ്ത്രീയെ നിങ്ങൾ മാറ്റി നിർത്തുന്നു? ആ സ്ത്രീക്കുണ്ടായ മാനാഭിമാനത്തിന് വന്ന കോട്ടം, അവരുടെ ശാരീരികമായി ഉണ്ടായ അവരുടെ നഷ്ടം, അവരുണ്ടാക്കിയ കാശ് മുഴുവൻ പിടിച്ചു പറിച്ച നഷ്ടം, ഇതിപ്പോഴും ഒരു വൃത്തികേട് ഈ രാജ്യം നടക്കാനുണ്ടോ? ആ സ്ത്രീ വിമോചനം ഇറങ്ങി ആ സ്ത്രീയെ രക്ഷിക്കാൻ ഇറങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ പി സി ജോർജ്, ഒന്ന് ഇടപെട്ടിട്ട് ചോദിച്ചോട്ടെ. കാരണം സരിതയാണ് ഈ മൊഴി നൽകുന്നത് എന്നൊരു സംശയം സ്വാഭാവികമായും ജനങ്ങൾക്കുണ്ടാകാം. കാരണം ഇതുവരെയുള്ള ചരിത്രത്തിൽ സരിത ഉമ്മൻചാണ്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാട് എടുത്തിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് ആ സംശയം ഉന്നയിക്കപ്പെടുന്നത്. ആ സംശയത്തിന് കാര്യമില്ല. കാരണം ആ സംശയം ദൂരീകരിക്കുന്നതാണ് തമ്പാനൂർ രവിയുടെ ഫോൺ സംഭാഷണം. കാരണം ഇന്നലെ രാത്രി വരെ ആ സ്ത്രീയെ ഉമ്മൻചാണ്ടിയും തമ്പാനൂർ രവിയും ആര്യാടൻ മുഹമ്മദും കുറെ മന്ത്രിമാരും കുറെ MLA-മാരും കാശ് കൊടുക്കാം, ചെലവ് നടത്താം, ജീവിതം നടത്താമെന്നും പറഞ്ഞ് അവരെ കബളിപ്പിച്ച് വെച്ചോണ്ടിരുന്നു. ആ കബളിപ്പിച്ച് വെച്ചോണ്ടിരുന്ന മുഴുവൻ ഇന്നലെ രാത്രി കൊണ്ട് അവർക്ക് മനസ്സിലായി ഇനി അവർ തീരാൻ പോവുക. ഇപ്പൊ അവര് കോടതിയിലൂടെ ജയിലിലും പോവും, ശരീരവും പോയി, മാനവും പോയി. ഇനി എന്ത് ചെയ്യുവര്? എന്നാൽ തന്നെ മാനം രക്ഷിക്കാൻ സത്യം ജനങ്ങളോട് പറയുക എന്നൊരു തീരുമാനമെടുത്ത സ്ത്രീയെ എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും? ഈ തമ്പാനൂർ രവിയുടെ ഫോൺ സംഭാഷണം നമുക്ക് ആർക്കറിയത്തില്ലാത്ത നിഷാമിന്റെ നിന്ന് മേടിച്ച കാശ് നേരെ കൊണ്ട് കൊടുത്തത് കേസ് തീർക്കാനാണെന്നും പറഞ്ഞ് ഈ സ്ത്രീക്കാണെന്നായിരുന്നുള്ള പ്രചരണം. പക്ഷെ ആ സ്ത്രീക്ക് ചെന്നിട്ടില്ലെന്നല്ലേ ഇപ്പൊ മനസ്സിലാകുന്നത്. അപ്പോ അവരെ കബളിപ്പിക്കുകയായിരുന്നു, കൊടുക്കാമെന്ന് കളിപ്പിക്കുകയായിരുന്നു. ഒരു സ്ത്രീത്വത്തോട് ഭരണാധികാരി വർഗത്തിന് ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഭീകരമായ കാര്യങ്ങളാണ് ഇപ്പൊ നടന്നിട്ടുള്ളത്. ക്രൂരതയാണിത്. ഈ ക്രൂരതയ്ക്കെതിരെ ഇവിടുത്തെ മനുഷ്യ മനസ്സാക്ഷി ഉണരണം. മുഖ്യമന്ത്രി മാത്രമല്ല, ഇതിനകത്ത് അവര് ലൈംഗികാരോപണം ഇവരിപ്പോഴും പറഞ്ഞിട്ടില്ലല്ലോ. അവർ അഭിമാനബോധം കൊണ്ട് പറയാത്തതല്ലേ. അതുകൊണ്ട് ഈ കശ്മലക്കൂട്ടങ്ങളെ റോഡിലിട്ട് അടിക്കാൻ പെണ്ണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും മനസ്സാക്ഷിയോട് രംഗത്ത് വരണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കോൺഗ്രസ് ഇപ്പോൾ ജാഥ നടത്തുക. എന്താ ജാഥ? ജനപക്ഷ യാത്രയോ? എന്താ യാത്രയാണ്? എനിക്ക് മനസ്സിലായില്ല. ജനശിക്ഷ യാത്രയല്ലേ ഇത്? സുധീരൻ ഇപ്പം നിർത്തണം ജാഥ. സുധീരൻ ജാഥ നിർത്തിയിട്ട് നേരെ തിരുവനന്തപുരത്ത് KPC ആഫീസിൽ വന്ന് APC എക്സിക്യൂട്ടീവ് വിളിക്കണം. ഇനിയും വൃത്തികെട്ടന്മാരാത്ത കുറച്ച് കോൺഗ്രസ്സുകാർ അതിനകത്തുണ്ട്. അവര് പറയുന്ന നല്ല കാര്യങ്ങൾ കേട്ടിട്ട് ഇതിനെല്ലാം അടിച്ച് പുറത്താക്കണം. ഒരു പുതിയ ഗവൺമെന്റ് ഉണ്ടാക്കണം. സുധീരൻ തന്നെ മുഖ്യമന്ത്രി ആയപ്പോലും വേണ്ടി ചെല്ലാൻ. അവിടെ ശ്രീ പി സി ജോർജ്, ഈ വിഷയത്തിൽ പോലും സുധീരൻ പ്രതികരിച്ചത് മുഖ്യമന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് പ്രതികരിക്കാനാവില്ല, പ്രത്യേകിച്ച് ഈ ഒരു ഘട്ടത്തിൽ.
തീർച്ചയായും കുറ്റം പറയണ്ടെന്ന് ഞാൻ ചോദിക്കട്ടെ. ഞാനൊരു കഴിഞ്ഞ 4-5 മാസം മുമ്പ് വരെ ഉമ്മൻചാണ്ടിയും എല്ലാം ന്യായീകരിച്ചിട്ടില്ലേ? മനസ്സിൽ വേദന വെച്ചുകൊണ്ടാണ് ന്യായീകരിക്കുന്നത്. ഞാൻ ന്യായീകരിച്ചു കഴിഞ്ഞ് കുറ്റങ്ങൾ കണ്ട് പറഞ്ഞു പോയി ചെറുതായിട്ടൊന്ന് പറയുമ്പോ എന്നെ കുറ്റപ്പെടുത്താൻ എല്ലാവരും ജേക്കബ് ജോർജിനെ പോലെ മാധ്യമ വിചാരക്കാരും പറ്റി എന്നെ പറ്റി എന്തെല്ലാം പറഞ്ഞു, ഇരിക്കുന്ന കമ്പ് മുറിക്കുകയാണെന്ന്. കമ്പ് മുറിയരുതെന്ന് ആഗ്രഹിച്ചു, പക്ഷെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കമ്പിൽ നിന്ന് ചാടി ഇറങ്ങി പോകുന്നതാ. ഇത് ഈ രാജ്യത്തെ മനസ്സാക്ഷിയുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കോൺഗ്രസ് പ്രസ്ഥാനം മുഴുവൻ വ്യഭിചാരികളുടെ നാടാണെന്ന് പറയാൻ പറ്റുമോ? മാന്യന്മാർ എത്രയുള്ള കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസിനകത്തെ അധികാരവർഗം മുഴുവൻ പെണ്ണുപിടുത്തക്കാരും പണമോഹികളും ദ്രവ്യമോഹികളുമായി മാറുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസുകാരുടെ കൈ ഭരണം, കോൺഗ്രസുകാർ മുഴുവൻ ഈ സ്വഭാവം. ഇത് താഴെത്തട്ടിലാണ്, ബൂത്ത് തലം മുതൽ മുകളിൽ വരെ ഇതാണ് കോൺഗ്രസ്. മനസ്സിലായില്ലേ? ഇത് രക്ഷിക്കാൻ എന്ത് പറ്റും എന്നുള്ളത് പ്രസിഡന്റ് തീരുമാനിക്കണം. പരസ്യമായി കേരള ജനതയോട് മാപ്പ് പറയണം. സുധീരൻ ഇങ്ങനെ പോകാൻ പറ്റില്ല. ചെയ്ത തെറ്റിന് സുധീരൻ പരസ്യമായി കേരള ജനതയോട് മാപ്പ് പറയണം. ജനരക്ഷാ യാത്ര നിർത്തിവെച്ച്, മനസ്സിലായില്ലേ? മാർപ്പാപ്പ ഒരു പ്രസ്താവന നടത്തി. എന്തായിരുന്നു? നമ്മുടെ വൈദിക മേലധ്യക്ഷന്മാരും ചെയ്ത തെറ്റിന് ലോകത്തോട് മാർപ്പാപ്പ ക്ഷമ ചോദിച്ചു. അതുപോലെ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ജനങ്ങളോടും ഈ സ്ത്രീയോട് ചെയ്ത മര്യാദ കേടിന് സുധീരൻ ജനങ്ങളോട് മാപ്പ് ചോദിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ശ്രീ പി സി ജോർജ്, ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് ഇതിലൊരു ഡിഫൻസ് ഉണ്ട്. ഡിഫൻസ് എന്ന് പറയുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് 2 ലക്ഷത്തിന്റെ ചെക്ക് നൽകി അതുപോലും പാസ്സാക്കിപ്പിക്കാൻ കഴിയാത്ത സാമ്പത്തിക സ്ഥിതിയുള്ള സരിത എങ്ങനെയാണ് തനിക്ക് കോടികൾ നൽകുക എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. എന്താ സംഭവം അറിയാവോ? അതായത് സരിതയും ബിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അവരുടെ ഭർത്താവ് എന്ന് പറയുന്ന ആളുകൾ സ്നേഹത്തിലിരുന്ന സമയത്ത് ബിജു രാധാകൃഷ്ണൻ ചെക്കാണ് ഇവിടെ കൊണ്ട് കൊടുത്തത്. ആ ചെക്ക് മാറാതെ വന്നെങ്കിൽ ഉമ്മൻചാണ്ടി അത് അവളോട് പറയണ്ടേ? അപ്പൊ ചെക്ക് മാറാത്തിന് ഉമ്മൻചാണ്ടിക്ക് ദുഃഖമില്ല. എന്നാന്നറിയാവോ? അപ്പോഴത്തേക്ക് സ്വന്തം സാധനമായി പോയില്ല. സ്വന്തം സാധനത്തിന്റെ കാശ് 2 ലക്ഷം അവിടെയും തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ചെക്ക് തിരിച്ചു വന്നെന്നുള്ളത് പറഞ്ഞില്ല. അത് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവളെ 2 ലക്ഷം കൊടുത്തേനെ. സത്യം മനസ്സിലായില്ലേ? ബിജു രാധാകൃഷ്ണന്റെ പേരിൽ ചെക്ക് ബിജു രാധാകൃഷ്ണൻ ഇവളും കൂടെ തർക്കമായതുകൊണ്ട് ആ ചെക്ക് രാധാകൃഷ്ണൻ ശ്രദ്ധിച്ചില്ല, മൈൻഡ് ചെയ്തില്ല. ഇത് ആർക്കും അറിയത്തില്ലാത്ത സത്യം. അപ്പൊ ഉമ്മൻചാണ്ടി എന്താ കാണിച്ചത്? അത് സരിതയുടെ ഇനി കാശ് കൊടുക്കണമല്ലോ, അത് വേണ്ടെന്ന് വെച്ചേക്കാം. അപ്പൊ ഉമ്മൻചാണ്ടിയുടെ മനസ്സ് അത്രയും മോശമാണെന്ന് കൂടെ കണക്കാക്കണം അതിനകത്ത്. അതാണ് സത്യം. അവിടെ ശ്രീ പി സി ജോർജ്, ഇവിടെ ഒരു സുപ്രധാനമായ കാര്യം, നേരത്തെ ബിജു രാധാകൃഷ്ണന്റെ മൊഴി കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴും മുഖ്യമന്ത്രി ആദ്യഘട്ടം മുതൽക്കേ പറയുന്നത് പൊതുഖജനാവിന് നഷ്ടമുണ്ടായിട്ടില്ലല്ലോ എന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ ഒരു വലിയ പ്രോജക്റ്റ് തയ്യാറാക്കി ഇത്തരത്തിൽ സോളാർ ഗ്രൂപ്പുമായി ചേർന്ന് ഈ ഒരു കരാറുണ്ടാക്കുന്ന രീതിയിലേക്ക്, അതായത് ലാഭത്തിന്റെ 40% താൻ എടുക്കും എന്ന തരത്തിലൊരു കരാറുണ്ടാക്കുന്ന രീതിയിലേക്ക്, ഒരു ധാരണയിലേക്കൊക്കെ പോയിരുന്നു എന്നാണ് ബിജു രാധാകൃഷ്ണൻ മൊഴി നൽകിയിട്ടുള്ളത്. ഒരുപക്ഷെ ഇപ്പോൾ ഈ സരിത പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, തോമസ് കുരുവിളയ്ക്ക് പണം നൽകിയത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു പക്ഷേ വലിയൊരു തട്ടിപ്പ്, ഇതിലും വലിയൊരു തട്ടിപ്പ് നടക്കാമായിരുന്നത് ഇടയ്ക്ക് വെച്ച് പല കാരണങ്ങളാൽ പുറത്തു വന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിന് ഇരട്ടിയിലധികം വലിയ ഒരു തട്ടിപ്പല്ലേ യഥാർത്ഥത്തിൽ അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരുന്നത്? ഞാൻ നേരത്തെ എന്റെ സ്റ്റേറ്റ്മെന്റ് മാത്രം എടുത്താൽ മതിയല്ലോ. 10,000 കോടി രൂപയുടെ തട്ടിപ്പ് ഇപ്പൊ നടന്നേനേയും അതാണിപ്പോ ഈ 6 കോടിയിൽ നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് 1,60,000 കോടി രൂപയുടെ പ്രോജക്ട് നമ്മുടെ പാവം പയ്യൻ ആന്റോ കൊണ്ട് കൊടുത്ത മുഖ്യമന്ത്രിക്ക്. അതിന് 1 ലക്ഷം കോടിയുടെ സൗരോർജ പാനൽ, അതാണ് മുഖ്യമന്ത്രിയും അത് ആര്യാടൻ മുഹമ്മദും നമ്മുടെ KC ജോസഫും എല്ലാം കൂടെ ഏറ്റെടുത്തത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സരിതയുടെ പ്രവേശനം. അതിനകത്ത് ആന്റണിയും ഉണ്ട്. ഈ കച്ചവടം എല്ലാം കൂടെ നടത്തി. അതുകൊണ്ട് ഇതിപ്പോ നമ്മുടെ പെരുമ്പാവൂർ DVSPയും പെരുമ്പാവൂർ SIയും ഇല്ലായിരുന്നെങ്കിൽ ഇത് എത്രയോ വലിയ സംഭവമായിരുന്നു. ആരും അറിയാതെ ലക്ഷങ്ങൾ കൂടി കൊള്ളയടിക്കുന്ന കോടാനുകോടി രൂപയുടെ കൊള്ളയായി മാറുമായിരുന്നു. ഇവിടുത്തെ പ്രശ്നം കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ ഈ മന്ത്രിമാരിൽ നിന്ന് രക്ഷിക്കാനാണ് സുധീറിന്റെ ജനരക്ഷ യാത്ര എന്ന് പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ലെന്ന് സുധീറിനെ ഒന്ന് അറിയിക്കണം എന്ന അഭിപ്രായം കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ്.
അങ്ങനെ പറയുമ്പോൾ ശ്രീ പി സി ജോർജ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുള്ള 1,90,00,000 ആര്യാടൻ മുഹമ്മദിന് കൊടുത്തിട്ടുള്ള 75 ലക്ഷവും കൂടാതെ മറ്റ് പണമിടപാടുകൾ, പ്രത്യേകിച്ച് മറ്റ് മന്ത്രിമാരുടെ പേരുകൾ ഈ കൂട്ടത്തിലുണ്ട്, കേന്ദ്രമന്ത്രിയുടെ പേരുകളുണ്ട്, MLA-മാരുടെ പേരുകളുണ്ട്, ഇവിടെയൊക്കെയും കോടികൾ ഒഴുകിയിട്ടുണ്ടാകാം. എന്തിനുണ്ട്? അതായത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം സാമ്പത്തിക ഇടപാടിൽ 5.5 കോടി രൂപ സരിതയുടെ കൈകളിലൂടെ ചെല്ലേണ്ടിടത്തൊക്കെ ചെന്നിട്ടുണ്ട്. 5.5 കോടി രൂപ ഒരു കണക്കാവുന്നു. ചിലപ്പോ അങ്ങോട്ടേക്കൂടെ മാറ്റം വന്നെങ്കിൽ എന്റെ ഒരു കണക്കിൽ 5.5 കോടി രൂപ മുഖ്യമന്ത്രി മുതൽ നമ്മുടെ ഈ ജോപ്പൻ ഉൾപ്പെടെ വന്നിട്ടുണ്ടെന്നാണ് എന്റെ കണക്ക്. അത്രേ പറയുന്നു. ഒരു സംശയം വേണ്ട. ആ കാശിന്റെ ഒക്കെ കണക്ക് പതുക്കെ ജനങ്ങളിൽ എത്തും. ധൈര്യമായിട്ടിരുന്നു. ശ്രീ പി സി ജോർജ്, ഒരുപക്ഷെ ക്യാബിനറ്റിനൊക്കെ വരുമ്പോൾ മുഖ്യമന്ത്രി ഇത്തരമൊരു മൊഴി പ്രതീക്ഷിച്ചിരിക്കാൻ വഴിയില്ല എന്ന തരത്തിലുള്ള ബോഡി ലാംഗ്വേജ് ആയിരുന്നു. പിന്നീടാണ് അറിയുന്നത് ഇത്തരത്തിൽ സരിത മൊഴി നൽകുന്നത് ഇങ്ങനെയാണ് എന്നത്. തമ്പാനൂർ രവിയുടെ സ്വാധീനത്തിൽ സരിത തുടരുന്നു എന്നൊരു വിചാരം അദ്ദേഹത്തിന് ഉണ്ടായി കാണുമോ? ഉണ്ട്. സരിത ഇന്നലെ രാത്രി വിളിച്ച് സംസാരിച്ചിരിക്കുകയല്ലേ. അപ്പൊ സുഖമായിട്ട് മുഖ്യമന്ത്രിയും തമ്പാനൂർ രവിയും കിടന്നുറങ്ങി. നമ്മുടെ കാശെല്ലാം കുറച്ച് കാശ് അവർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എത്രയാണ് അതിലേക്ക് അത് അവര് പറയട്ടെ. അതിനുശേഷം കളിപ്പിച്ചല്ലോ അവരെ വഞ്ചിക്കുകയായിരുന്നല്ലോ. വഞ്ചിച്ച് അവര് മാത്രമല്ല, കുറെ MLA-മാരും ഉണ്ട് ആ കൂട്ടത്തില്. ആ നേതാക്കന്മാരെല്ലാം കൂടെ വഞ്ചിച്ചതിന്റെ വേദന അവരുടെ മനസ്സിലിരിക്കുന്നത്. ഇപ്പോ 22ഓളം കേസുണ്ട്. അവര് ശിക്ഷിക്കപ്പെട്ട് അകത്ത് പോയി കഴിഞ്ഞപ്പോ അവരുടെ ജീവിതം പോയി. അവർക്ക് എന്താ കിട്ടാന്? ഇപ്പൊ ഒരു കുറച്ച് കാശ് ഇവർ കൊടുക്കാമെന്ന് പറഞ്ഞ് കളിപ്പിക്കാൻ പറഞ്ഞിട്ട് 2 കൊല്ലമായി. അപ്പൊ ബാക്കി കാശ് കിട്ടാത്ത സാഹചര്യത്തിൽ അവരുടെ മാനവതിനെ രക്ഷിക്കാമെന്ന് അവർ തീരുമാനിച്ചു. അതാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് ഇന്നലെ രാത്രി സുഖമായിട്ട് കിടന്നിറങ്ങി. തമ്പാനൂർ രവി പറഞ്ഞിട്ട് മര്യാദയ്ക്ക് കേട്ടോളെന്ന് വിചാരിച്ച് മാതൃഭൂമി പത്രത്തിൽ വന്ന മുഖ്യമന്ത്രി സ്റ്റേറ്റ്മെന്റ് അതേപടി വായിച്ച് കാണാതെ പഠിച്ച് അത് തെറ്റുവരാതെ പറഞ്ഞേക്കണം എന്നാ പറഞ്ഞു കൊടുത്തു. മനസ്സിലായില്ലേ? അപ്പൊ എന്ത് ഉത്തരേശം, എത്രയോ മോശമായി പോയി. ഈ കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് കോൺഗ്രസിലെ ഒരു വിഭാഗം, വലിയ വിഭാഗം നേതാക്കന്മാർ ചെയ്ത കൊടും ക്രൂരതയായിട്ടാണ് ഈ കാര്യത്തെ കാണേണ്ടത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഭരണകൂടത്തെ എതിർത്ത് നിൽക്കാനുള്ള ശേഷി സരിതയ്ക്ക് ഒറ്റയ്ക്ക് ഉണ്ടാകുമോ? അതല്ലെങ്കിൽ സരിത ഇപ്പോൾ ഇങ്ങനൊരു സ്റ്റേൺ നിലപാടെടുക്കേണ്ട ഒരു കാര്യം എന്താണ്? അത്തരത്തിൽ ജനങ്ങൾ സംശയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഒരു സംശയത്തിന് കാര്യമില്ല. തനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു. തന്റെ മാനം നഷ്ടപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു, തന്റെ ഭാവി ഇരുളടഞ്ഞു, കുഞ്ഞുങ്ങളെ കഞ്ഞി കൊടുക്കാൻ പണമില്ലെന്നായി. എന്ത് ചെയ്യും? ജയിലിലേക്ക് പോണം താനും. എന്നാൽ തന്റെ മാനമെങ്കിലും രക്ഷിക്കാം എന്ന് ഒരു മലയാളി സ്ത്രീ ആഗ്രഹിച്ചാൽ അവരെ സഹായിക്കാതിരിക്കാൻ പറ്റുമോ? അവരെ അനുകൂലിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് കേരളത്തിലെ സ്ത്രീ സമൂഹവും മനസ്സാക്ഷിയുള്ളവരും ചർച്ച ചെയ്യും എന്നാണ് എന്റെ വിശ്വാസം.